സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. എറണാകുളം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടലോടെയാണ് ഇന്നലെ നമ്മൾ കേട്ടത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന യുവതിയുടെ മൊഴി. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ യുവതി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്നും താഴേക്കിടുകയായിരുന്നു. യുവതിയെ ഈ മാസം 18 വരെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. യുവതിയുടെ മൊഴി സംബന്ധിച്ചും യുവതിയുടെ സുഹൃത്തിനെ കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് നിങ്ങൾ ഡോക്ടറോട് അന്വേഷിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. അത് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റൂ. അത് ആശുപത്രിയിലാവുമ്പോഴേ എങ്ങനെയാണ് മൊഴിയെടുക്കാൻ പറ്റുന്നത്? അതാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഇന്നലെ 1-2 കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടിയിരുന്നു. അതായത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ പുറത്തേക്ക് എറിഞ്ഞത്, അതോ റോഡിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇന്നലെ ഉയർന്നു വന്ന ഒരു സംശയം. രണ്ടാമത്തേത്, ഈ യുവതി പീഡനത്തിന് ഇരയായ ഒരു അതിജീവിതയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഈ യുവതിയുടെ ആൺസുഹൃത്തിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ 2 കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുന്നു. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് റോഡിലേക്ക് എറിഞ്ഞത്. അതോടൊപ്പം ഈ യുവാവിന്, ആൺസുഹൃത്തിന് ഇതിൽ ബന്ധമില്ല എന്ന കാര്യം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കുഞ്ഞിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡാനി? ടോം, ഈ കേസിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇവരെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ്. എറണാകുളം ACGM എക്കണോമിക് ഒഫൻസ് കോടതിയുടേതാണ് ഈ നടപടി. ഇവർ ആശുപത്രിയിലാണ്. ഇന്നലെ ജനറൽ ആശുപത്രിയിലേക്കായിരുന്നു ഇവരെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം രാത്രിയോടുകൂടി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തു. ഇതിൽ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴും അവർ ആശുപത്രിയിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ യുവതിയെ, ഈ കേസുമായി ബന്ധപ്പെട്ട്, കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ യുവതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഈ മാസം 18 വരെയാണ് റിമാൻഡ് ചെയ്തത്. കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന യുവതിയുടെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി. രാവിലെ 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ യുവതി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്കിടുകയായിരുന്നുവെന്നും പേടിയിൽ, അതായത് സംഭവം പുറത്തറിയുമോ എന്ന ഭയം കാരണം ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച്, യുവതിയുടെ മൊഴി സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്, പരിശോധന നടത്തുകയാണ് പോലീസ്. ഡാനി പോളിലേക്ക് വേണ്ടി. ഡാനി, ഈ പൂർണ്ണമായും ഈ യുവതിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. കാരണം ഇന്നലെ യുവതി പറഞ്ഞത് ഇവരൊരു ബലാത്സംഗ കേസിലെ അതിജീവിതയാണ്, ഒരു തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള യുവാവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ കുഞ്ഞുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ പോലീസ് ഒരു വ്യക്തമായ മറുപടി നൽകുന്നുണ്ടോ? ടോമി, കാര്യങ്ങളിലെല്ലാം പോലീസ് കാരണം കുറച്ചുകൂടി വ്യക്തത ഈ കേസിന് കൈവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നുകൂടി വിശകലന പോലീസ് നടത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ പോലും ഈ കുട്ടിയുടെ അടക്കമുള്ള പരിശോധന റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇക്കാര്യത്തിലുള്ളൊരു അന്തിമമായ രൂപമാകുകയുള്ളൂ. അതുമാത്രവുമല്ല, ഇന്നലെ പോലീസ് പറഞ്ഞിരുന്നു ഈ കുട്ടി ഈ താഴേക്കെറിയുമ്പോൾ അതിന് ജീവനുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിനുശേഷം കുട്ടി ചാപിള്ളയാണോ എന്നതടക്കം, അത്തരം കാര്യങ്ങളടക്കം പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ആധികാരികതയോടെ. അതിലെല്ലാം ഈ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പെൺകുട്ടിയുടെ തുടക്കത്തിലുള്ള പരിഭ്രാന്തി കലർന്ന മൊഴിയാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ വന്നിരുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്നത് പുറത്തേക്ക് കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അതിന് മുൻപായിട്ട് അവർക്ക് ഉറപ്പ് വരുത്തുന്നത് ജീവനില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോലീസിന് ശാസ്ത്രീയമായിട്ട് തന്നെ അതിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത് ആ രീതിയിൽ തെളിയിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിയുടെ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ
പെൺകുട്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒരു സുഹൃത്തിൽ നിന്നാണ് ഇത് ഈ ഗർഭം ധരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവരെ നിർബന്ധിതമായി ലൈംഗിക ബന്ധത്തിന് അവരെ വിധേയരാക്കുകയായിരുന്നു എന്നതടക്കമാണ് പറഞ്ഞത്. പോലീസ് പറഞ്ഞത് ഇവർ ഒരു അതിജീവിതയാണ്, ഇരയാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണോ ഇവർ പറഞ്ഞതനുസരിച്ച് ഇത് ഈ രീതിയിൽ തന്നെയുള്ളതാണ്, ഇവരെ മൊഴി മുഴുവനായി വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നത് അടക്കമുള്ള കാര്യത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ പറയുന്ന സുഹൃത്തിൽ നിന്ന് പ്രാഥമികമായി പോലീസ് ചില വിവരാന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അടക്കമുള്ള ഒരു കാര്യത്തിലും തനിക്ക് പങ്കില്ല എന്നൊരു നിലപാടിലാണ് പ്രാഥമികമായി ഇയാളിൽ നിന്ന് പോലീസ് വിവരം ലഭിച്ചപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ ആധികാരികത വരുത്തേണ്ടതുണ്ട്. അത് ഈ പെൺകുട്ടി യുവതി ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കും. അതിനുശേഷമായിരിക്കും മൊഴിയെടുക്കലും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അതിന് ഡോക്ടറുടെ അടക്കം സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് ആവശ്യമുണ്ട്. ഇവർ ആരോഗ്യം വീണ്ടെടുത്തതും അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ഇൻട്രോഗേഷന് അടക്കം അവർക്ക് വിധേയരാകാൻ കഴിയുമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. എന്തായാലും ഈ 18 വരെയാണ് ഇവരെ കസ്റ്റഡിയിലേക്ക് നൽകിയിട്ടുള്ളത്. അതിനു മുൻപായിട്ട് ആശുപത്രിയിൽ നിന്ന് വിടുതൽ വാങ്ങുകയാണെങ്കിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുകയും അവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസത്തിൽ കൂടുതലായി ഒന്നും തന്നെ പറയുവാനില്ല. ഈ ചില കാര്യങ്ങൾ കുറച്ചുകൂടി അന്വേഷണം നടത്താനുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഒരു പൂർണ്ണമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യത്തിൽ ഉടനടി പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകുമോ ഡാനി? കാരണം ഒരു പ്രസവം ഇന്നലെയാണ് ഈ യുവതി പ്രസവിച്ചത്. അവരുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ പുറത്തു വരണം. അതിനുശേഷം മാത്രമായിരിക്കുമോ പോലീസ് കസ്റ്റഡി അപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയുള്ളൂ? അതോ പ്രത്യേകിച്ചും ഇപ്പോൾ നിലവിലവർ റിമാൻഡിലാണ്, അതുകൊണ്ട് ഇതിൽ തെളിവ് നശിപ്പിക്കലോ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകുമോ? ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് ശേഖരണം അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് സ്വാഭാവികമായും കടന്നു കാണില്ലേ? ടോം, ഇക്കാര്യത്തിൽ പോലീസിന് വലിയ രീതിയിലൊന്നും ആശയക്കുഴപ്പങ്ങളില്ല. കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാണ് ഇന്നലത്തോടുകൂടി. അങ്ങനെ വലിയ രീതിയിലൊരു ആസൂത്രിത ഗൂഢാലോചന അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. കാരണം സംഭവിച്ചത് എന്ത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ ബോധ്യമാവുന്നൊരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നത് മാത്രമാണ് ഇനി പരിശോധിക്കേണ്ടതുള്ളത്. കാരണം കുടുംബത്തിന് ഇത് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവർ മറ്റുള്ളവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അത് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഒരു സുഹൃത്തിൻ്റെ മേൽ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കുറെ കൂടി സ്ഥിരീകരണം അല്ലെങ്കിൽ അത് ഈ യുവതിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കമ്മീഷണർ പറഞ്ഞത് ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇത് സംബന്ധിച്ച ആരോഗ്യസ്ഥിതി സംബന്ധിയായ കാര്യങ്ങൾ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എന്നതാണ്. ഈ ഇരിക്കുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയുടെ കാലാവധിയിൽ അതിനുള്ളിൽ അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പോലീസ് കസ്റ്റഡി അപേക്ഷയുമായി കോടതിക്ക് മുന്നിലേക്ക് എത്തും. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പനമ്പള്ളി നഗറിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയുടെ മൊഴി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണ്, അതിനുശേഷം റോഡിലേക്ക് എറിഞ്ഞു കളയുകയായിരുന്നുവെന്നാണ് യുവതി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഈ യുവതിയെ ഈ മാസം 18 വരെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്താൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവർ ഗർഭിണിയായത്, ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.